Hello students, today we are going to discuss about the second colligative property, that is എന്താണ് elevation in boiling point. അപ്പോൾ എന്താണ് elevation in boiling point അറിയുന്നതിൻ്റെ മുമ്പേ നമുക്ക് അറിയണം എന്താണ് boiling point എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് boiling point define ചെയ്യുന്നത്? Boiling point of a liquid is the temperature at which the vapor pressure becomes equal to, the vapor pressure of the liquid becomes equal to atmospheric pressure. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? സപ്പോസ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലിക്വിഡ്, നമുക്ക് വാട്ടർ തന്നെ പറയാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വാട്ടറാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ നോർമൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ നോർമൽ ടെമ്പറേച്ചറിൽ വാട്ടർ എടുത്തിരിക്കണം. പക്ഷേ നമുക്കറിയാം വാട്ടർ ബോയിൽസ് അറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഇറ്റ് ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ഓർ വി ക്യാൻ സേ ദാറ്റ് എത്രയാണ്? 373 കെൽവിൻ. അറ്റ്മിക് പ്രഷർ എന്തായിരിക്കും? അറ്റ് 1 അറ്റ്മിക് പ്രഷർ. അപ്പോൾ ഈ 27 ഡിഗ്രി സെൽഷ്യസിന് എത്ര ഡിഗ്രി സെൽഷ്യസ് ആയാലും വാട്ടർ ബോയിൽ ചെയ്യാന്ന് പറയുക? 100 ഡിഗ്രി സെൽഷ്യസ്. പക്ഷേ അറ്റ്മോസ്ഫിയറിക് പ്രഷറും എന്താവണം? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവണം. നമുക്കിത് എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാച്ചാൽ പറയാം. നമ്മളിതാ ഇവിടെ എന്തെടുത്തിട്ടുണ്ട്? ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത് നമ്മുടെ എന്താണ്? This one represents our vapor pressure. Atmospheric pressure ഇവിടെ represent ചെയ്തു. ഇത് നമ്മുടെ എന്ത് പ്രഷറാണ്? This one is our vapor pressure. നമ്മൾ എടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്താണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ എങ്ങനെ കൂടാം? 27 ഡിഗ്രി ടു 100 എങ്ങനെ ആവാം? ഐദർ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹീറ്റ് ചെയ്യാണ്, നമ്മളൊരു ബർണറോ എന്തെങ്കിലും വെച്ചിപ്പോൾ ഹീറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. സോ വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, 27 ഡിഗ്രീന് ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി പോകുമ്പോൾ ദ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ അറ്റ് വിച്ച്, ഈ ഒരു പോയിന്റ് നോക്കുക, വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് നോൺ ആസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ വെൻ ദ വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് നോൺ ആസ് എന്താണ്? ബോയിലിംഗ് പോയിന്റ്. സോ നമ്മളിവിടെ ഇനി നോക്കേണ്ടത് ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഓർ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എങ്ങനെ നമുക്ക് ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഒരു എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം? ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ആദ്യം നോക്കാം. നമ്മളൊരു സോൾവെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു പ്യുവർ സോൾവെൻ്റ് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം സോൾവെൻറ്റിൻ്റെ കേസ് നമ്മൾ പഠിച്ച കാര്യമാണ്. വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ് ഈസ് എന്താണ്? വളരെ ഗ്രേറ്റർ ആണ്. പ്യുവർ സോൾവെൻ്റ് വേപ്പർ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ സോൾവെൻറ്റിലേക്ക് എന്ത് ചെയ്തു? നമ്മൾ ഈ സോൾവെൻറ്റിലേക്ക് കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്തു. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വെച്ചാൽ നമ്മളെന്താണ് ഇതിലേക്ക് നോൺ വോളറ്റൈൽ ഇല്ലെങ്കിൽ എന്താണ് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു. സോ സൊല്യൂട്ട് പ്ലസ് ദിസ് സോൾവെൻറ്റ് ഗീവ്സ്, ഇതെന്താണ് നമ്മുടെ? ദിസ് ഈസ് അവർ സൊല്യൂഷൻ. നമ്മൾ പഠിച്ചൊരു കാര്യമാണ് വേപ്പർ പ്രഷർ ഓഫ് എ പ്യുവർ സോൾവെൻറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. ഇനി നമുക്ക് മുകളിൽ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്ത പോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് കാണിക്കണം വെച്ചാൽ നമുക്ക് എങ്ങനെ കാണിക്കാം? നമുക്കിതാ നമ്മളിവിടെ എന്തെടുത്തിട്ടുണ്ട്? ടെമ്പറേച്ചർ എടുത്തു. ദിസ് വൺ ഈസ് അവർ വേപ്പർ പ്രഷർ ആൻഡ് ദിസ് വൺ ഈസ് അവർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ അക്കോർഡിംഗ് ടു അവർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ആദ്യത്തെ ഇത് നമ്മുടെ കാണിക്കേണ്ടത് ഈ ഒരു പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി എ ബി. ഈ കാണിച്ചിരിക്കുന്ന കർവ് എ ബി ആണ് ആൻഡ് ദിസ് വൺ ഈസ് ഫോർ സോൾവെൻറ്റ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കേണ്ടത്? വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ് ബിക്കംസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ദിസ് വൺ ഈസ് നോൺ ആസ് ദ, ദിസ് പോയിന്റ് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെൻറ്റ്. ലെറ്റ് ഇറ്റ് റെപ്രസെൻറ്റ് ആസ് എന്താണ്? TB0. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? TB0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ഇവിടെ മുകളിൽ സോൾവെൻ്റ് ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ്റെ ഗ്രാഫും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സൊല്യൂഷൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് എന്ത്? വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ബിക്കംസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ബോയിലിംഗ് പോയിന്റ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ദിസ് വൺ ഈസ് റെപ്രസെൻറ്റഡ് ആസ് TB. സോ വി ക്യാൻ സേ ദാറ്റ് TB is the temperature at which vapor pressure of the solution becomes equal to atmospheric pressure and T0B is the temperature at which the vapor pressure of the solvent becomes equal to എന്താണ്? Atmospheric pressure. So the difference between these two is represented as എന്താണ്? Delta TB. Or delta TB is given as എന്താണ്? The difference between the two is equal to ഏതാണോ വലിയ വാല്യൂ അതെടുക്കുക. ഏതാണോ വലിയ വാല്യൂ? TB minus
T0b. So delta TB is the difference between, is given as TB minus T0b, and this delta TB is known as the, it is known as the increase or elevation in boiling point. ഒരു സൊല്യൂഷനും ഒരു സോൾവെൻറ്റും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് എക്സ്പ്രഷൻ ഫോർ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഡെൽറ്റ ടി ബിക്ക് നമ്മളൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, ഡെൽറ്റ ടി ബി എന്തിനോടായിരിക്കും പ്രപ്പോർഷണൽ? ഇവിടെ നോക്കുക, ഡെൽറ്റ ടി ബിയിലെങ്കിൽ എലിവേഷൻ എപ്പോഴാണ് സംഭവിച്ചത്? വെൻ എ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെൻറ്റ്, അല്ലേ? ഒരു സൊല്യൂഷനായി മാറുമ്പോൾ എപ്പോഴാണ് സൊല്യൂഷനായി മാറുക? സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് സൊല്യൂഷനായി മാറുക. സോ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്തിൻ്റെ മുകളിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? ദ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ, എന്താണ്? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട്, ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ റിട്ടേൺ ആസ്, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ടു കൈ ബി. കൈ ബി പറയുന്നത് എന്താണ്? സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്കറിയാം കൈ ബി നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി എഗെയിൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എൻ ബി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ബൈ, എന്താണ്? മോളാർ മാസ് of solute by Na can be written as weight of solvent by mass of solvent plus again എന്താണ്? WB by, എന്താണ് എഴുതാൻ നമുക്ക്? WB by MB. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തിരിക്കുന്നത് വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻ, നമ്മൾ എടുത്തിരിക്കുന്നതല്ല, നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ വാട്ട് ഹാപ്പൻസ്? WB സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഏതിനെക്കാട്ടിലും? സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷനെക്കാട്ടിലും. സോ നമുക്ക് ഈ ഒരു ടേമിനെ ഈ ഡിനോമിനേറ്ററിന് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? കൈ ബി ജസ്റ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് WB ബൈ MB ഡിവൈഡഡ് ബൈ, എന്താണ്? WA ബൈ MA. ഇസ് ഇറ്റ് ക്ലിയർ? ഓർ ഈ W ബൈ MB നെ നമുക്ക് അറിയാം എന്താണ്? W ബൈ MB represents the number of moles of solute. So W by MB can be written as NB divided by WA into, എന്തെഴുതാം? into MA. മനസ്സിലായില്ലേ? എന്തെഴുതാം? W by MB can be written as number of moles of solute by WA. But WA എന്താണ്? It is the weight of the solvent in, എന്താണ്? weight of the solvent in kilogram. Thus number of moles of solute by weight of the solvent in kilogram is also known as, എന്താണ്? molality M. അപ്പോൾ ഈ ഒരു ടേം എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ഈസ് നോൺ ആസ്, എന്താണ്? molality. സോ നമ്മുടെ എക്സ്പ്രഷൻ എന്താ കിട്ടിയത്? ദസ് കൈ ബിയുടെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു, എന്താ കിട്ടിയത്? എം ഇൻറ്റു എം എ കിട്ടിയില്ലേ? വേറെ എം പറയുന്നത് നമ്മളവിടെ എന്താ കണ്ടത്? എൻ ബി ബൈ, എന്താ കണ്ടത്? WA. അതാണ് നമ്മുടെ മൊളാലിറ്റി കണ്ടു അല്ലേ? അപ്പോൾ കെ ഇൻറ്റു എം ഇൻറ്റു എം എ. ഇവിടെ നോക്കാം, കെ and MA are constant and hence their product KMA is replaced by another constant which is written as delta TB is equal to KB into M. ഇതാണ് important. ഇതാണ് നമ്മുടെ expression for elevation in boiling point. Thus delta TB elevation in boiling point is equal to KB into M, where M is എന്താണ് നമ്മൾ പറഞ്ഞത്? M is the molality. So what is this KB? KB is also known as the molar elevation constant, or it is also known by the name ebullioscopic
കോൺസ്റ്റൻറ്റ്. കെ ബിക്ക് പറയുന്ന പേരാണ് എന്ത്? മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് ഓർ ഇബ്ലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. ദസ് നമുക്ക് എന്ത് പറയാം? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ബട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് അല്ലേ? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് എന്തിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് എന്താണ്? സോൾവെൻറ്റ്. പക്ഷെ എന്തിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? ബട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്. നമ്മൾ നമ്പർ ഓഫ് മോൾസിൽ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ നേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യില്ല പറഞ്ഞാൽ അത് എന്ത് പ്രോപ്പർട്ടിയാണ്? ഇറ്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ദസ് അവർ എന്താണ്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഈസ് ഓൾസോ എന്താണ്? ഇറ്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇത്രയും മനസ്സിലായെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. നെക്സ്റ്റ് ഈസ് depression in freezing point.